ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇതാ രതീഷ് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. രതീഷിന്റെ വരവ് വളരെ രസകരമായിരുന്നു കേട്ടോ. കാരണം ലാലേട്ടൻ എല്ലാവരോടും പല കാര്യങ്ങൾ പറഞ്ഞ് രതീഷ് വരുന്ന കാര്യം പെട്ടെന്ന് രതീഷ് വരാൻ പോകണമെന്നോ അല്ലെങ്കിൽ കൺഫെഷൻ റൂമിൽ ഒരാൾ ഇരിപ്പുണ്ട് അത് രതീഷാണെന്നോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും വിഷമമുണ്ടോ? നിങ്ങൾക്ക് അത് തുറന്നു പറയാൻ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഒരു തോളുണ്ടോ നിങ്ങൾക്ക് ചാരിക്കിടക്കാനും നിങ്ങളുടെ വിഷമങ്ങൾ പറയാനും കേൾക്കാനും ഒക്കെ ആരെങ്കിലും ഉണ്ടോ? രശ്മിൻ പറയൂ, രശ്മിൻ ആരാണ് ഇവിടെ ഒരു തോളായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരോടും ചോദിച്ച് അവസാനം ജിൻഡോനോട് ചോദിക്കുന്നു. ജിൻഡോ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ആരും ഇവിടെ ഇല്ല ലാലേട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് തുടക്കത്തിലൊരു സുഹൃത്തില്ലായിരുന്നോ രതീഷ്, അതുപോലെ ജാൻമണി, അങ്ങനെ പലരും ഇല്ലായിരുന്നു, അവരൊക്കെ പോയപ്പോൾ സങ്കടമായല്ലേ, അവരൊക്കെ നല്ലൊരു തോളായിരുന്നല്ലേ, സങ്കടം കേൾക്കാനും ചാരാനും ഒക്കെ ഒരു ഇതായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുവാണ്. എന്താണെങ്കിലും ജിൻഡോയ്ക്ക് കൺഫെഷൻ റൂമിലേക്ക് ചെല്ലുക, അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, സങ്കടം പറയാനും ഒന്ന് ചാരാനും ഒക്കെ ഒരാൾ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിടുകയാണേ. അവിടെ ചെന്നപ്പോഴത്തേക്കും ജിൻഡോ അവിടെ നിന്ന് സങ്കടമൊക്കെ പറയാണ്. മുഖം മൂടിയിട്ട് ഫുൾ ഒരു തരി പോലും ശരീരം പുറത്ത് കാണിക്കാതെ ഫുൾ കൈ ഡ്രസ്സൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് അങ്ങനെ ഒരാളാണ്. കണ്ണടയൊക്കെ വെച്ച് മുഖത്തിൻ്റെ ഒരു തുള്ളി പോലും പുറത്ത് കാണുന്നില്ല. അപ്പൊ ജിൻഡോ ഇരുന്ന് സങ്കടം പറഞ്ഞ് കരയാൻ പോകുന്നു. അവസാനം ബിഗ് ബോസ് ഇടപെടുന്നു. ജിൻഡോ ബാക്കി പിന്നെ പറയാം. ഇപ്പോൾ അദ്ദേഹത്തെയും വിളിച്ച് നേരെ ലിവിംഗ് റൂമിലേക്ക് പോകുന്നു പറയുന്നു. ലിവിംഗ് റൂമിൽ എത്തിക്കഴിഞ്ഞ് ലാലേട്ടൻ ആ മുഖം മൂടി മാറ്റിക്കോളാൻ പറയുമ്പോഴാണ് ഇവർ രതീഷാണെന്ന് അറിയുന്നത്. അത്ര നേരം ഇവർക്ക് ഭയങ്കര സംശയമുണ്ട്, സുരേഷാണോ രതീഷാണോ സിബിനാണോ എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടക്കുന്നുണ്ട് ഇവരുടെ ഇടയിൽ. പക്ഷെ രതീഷാണെന്ന് കണ്ടപ്പോൾ ശരിക്കും ആദ്യം ജാസ്മിനാണ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ജാസ്മിൻ. അങ്ങനെ എല്ലാവരും ഞെട്ടിത്തരിച്ചു. അതുപോലെ പുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും അകത്ത് പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മുഖം മൂടി ഇട്ട് അപ്പം തന്നെ തിരിച്ചിറക്കിക്കൊണ്ടു പോകുമെന്ന് രതീഷിനോട് ലാലേട്ടൻ പറയുന്നുണ്ട്. ഇവരെ എന്റർടൈൻ ചെയ്യിക്കാനും ഇവരുടെ സങ്കടങ്ങൾ കേൾക്കാനും സന്തോഷത്തിൽ പങ്കെടുക്കാനും ഇവരെ ശരിക്കും എന്താ പറയാ നല്ല എന്റർടൈൻ ചെയ്യിക്കാൻ മാത്രമാണ് രതീഷിനെ കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ രതീഷ് അവിടെ ഉണ്ടാവുള്ളൂ എന്നും ലാലേട്ടൻ പറഞ്ഞു.